നമസ്കാരം. ഞാൻ നിശ്ചലത അല്ലെങ്കിൽ സ്റ്റിൽനെസ്സിനെ കുറിച്ച് ആണ് സംസാരിക്കുന്നത്. അതായത് നമ്മൾക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്ത നിരവധി കാര്യങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ മുന്നിലിരിക്കുന്ന ഈ മേശയോ ഈ മൊബൈൽ ഫോണോ നിരന്തര സ്പന്ദനമാണ്, അത് ഒബ്ജക്റ്റല്ല. സ്പന്ദനത്തിന് ഒരു നിശ്ചലതയിലല്ലാതെ ഒരു സ്പന്ദനവും സാധ്യമല്ല എന്നത് പരമമായ ശാസ്ത്രമാണ്. അപ്പോൾ നമ്മുടെ സൂര്യ, ചന്ദ്രന്മാർ, നക്ഷത്രങ്ങൾ ഇതെല്ലാം നിശ്ചലതയിലുള്ള സ്പന്ദനമല്ലാതെ മറ്റൊന്നാകാൻ ഒരു സാധ്യതയുമില്ല. ഇതിന് കുറേ സയൻസൊന്നും അറിയേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ഒരു യുക്തി ഒന്ന് കൂർപ്പിച്ചാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവും. ഈ കാണുന്നതെല്ലാം ഒബ്ജക്റ്റ് അല്ല, നമ്മൾക്കറിയാം. ആറ്റങ്ങളാണ്, അത് നമ്മൾക്ക് സൂക്ഷ്മതമമാണ്. അതൊന്നും ഇങ്ങനെ കൂടിച്ചേർന്നിട്ടല്ല നിൽക്കുന്നത്, അതും നമ്മുടെ തോന്നലാണ്. അത് ക്വാണ്ടം ഫിസിക്സ് വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ട്രെയിൻ പോലും അതിൻ്റെ പാളത്തിലൂടെ പോകുമ്പോൾ അതിൻ്റെ ചക്രം ആ പാളത്തിൽ സ്പർശിക്കുന്നില്ല. കാരണം നെഗറ്റീവ് ചാർജുള്ള ആറ്റങ്ങളുടെ പാളത്തിൻ്റെ ഇലക്ട്രോൺ മണ്ഡലവും അതുപോലെ നമ്മുടെ ട്രെയിനിൻ്റെ ചക്രത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് മണ്ഡലവും നമ്മൾ വികർഷിക്കുകയാണ്. ഒരിക്കലും അത് കൂട്ടിമുട്ടാൻ സാധ്യതയില്ല. അതൊന്നും നമ്മൾക്കത് പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാനേ സാധിക്കില്ല. അത്രയും ഗ്യാപ്പിലാണത് ഓടുന്നത്. അതുപോലെ നിരന്തര ചലനമായ നമ്മുടെ കാലിലെ തൊലി, അത് നിരന്തര സ്പന്ദനമായ ഭൂമിയിൽ സ്പർശിക്കാതെയാണ് പോകുന്നത്. ഇതെല്ലാം നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ ഈ സ്പന്ദനങ്ങളുടെ നിഗൂഢത നമ്മൾക്കൊരിക്കലും അറിയാനോ ഗ്രഹിക്കാനോ സാധിക്കില്ല. സൂക്ഷ്മതമ സ്പന്ദനം, ഇപ്പോൾ പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? കണികാ സ്പന്ദനമാണ്. കണികാ സ്പന്ദനം അത് നമ്മൾക്ക് കാണുന്നുണ്ടോ? പക്ഷേ പ്രകാശം നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റും. പ്രകാശമാണ് നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ്. ശരിക്കും പറഞ്ഞാൽ സ്പന്ദനം അറിയില്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിനേക്കാൾ സൂക്ഷ്മതമമായ സ്പന്ദനം നിർബന്ധമായും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കണം. ഏതൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ടോ, നമ്മൾക്ക് ഉപയോഗിക്കുന്ന ആ വാക്കുകളിനെല്ലാം കണക്കായിട്ടുള്ളൊരു സ്പന്ദനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന കാര്യത്തിലൊരു സംശയമുണ്ട്. അപ്പോൾ എന്തായാലും മനസ്സ് ഒരു സ്പന്ദനമായിരിക്കണം. മനസ്സിന് സ്പന്ദനമല്ലാതെ മറ്റൊന്നാകാൻ ഒരു സാധ്യതയില്ല. അത് അതിസൂക്ഷ്മ സ്പന്ദനമാണ്, അതിസൂക്ഷ്മ സ്പന്ദനങ്ങൾ. അതിന് നമ്മൾ അഗ്രാഹ്യം എന്ന വാക്ക് നമ്മൾ ആദ്യം പഠിച്ചാൽ മതി. വേദാന്തത്തിൽ പറയും, നിങ്ങൾക്കിത് നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അപ്പുറത്തുള്ളത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഗ്രഹിക്കുക? അതെന്തായാലും നമുക്ക് ഉപകരണങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുമെന്നാണ് സയൻസ് പറയുന്നത്. ഉപകരണം പോലും നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടാകുന്ന ചലനം, ആ ചലനത്തിന് ഒരു നിശ്ചലതയും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതെല്ലാം 100% നമ്മുടെ യുക്തി മാത്രം ഉപയോഗിച്ചാൽ മതി. ഇതിന് നമുക്ക് ഒരുപാട് ഫിസിക്സും ക്വാണ്ടം ഫിസിക്സും ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. കുറച്ച് അറിവും ആ അറിവിൻ്റെ പ്രയോഗവും മാത്രം ഉപയോഗിച്ചാൽ നമ്മൾക്ക് അറിവുണ്ട്. പക്ഷേ കാണുന്നതേ വിശ്വസിക്കൂ, കേൾക്കുന്നതേ വിശ്വസിക്കൂ, അല്ലെങ്കിൽ സ്പർശിക്കുന്നതേ നമ്മൾ ഉണ്ട് എന്ന് പറയൂ. അതൊക്കെയാണ് നമ്മുടെ രുചിക്കുന്നതേ ഉള്ളൂ എന്ന് പറയും. ഇതൊക്കെ നമ്മുടെ ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ചിന്താഗതിയാണ്. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കണം ക്വാണ്ടം ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ. ക്വാണ്ടം ഫിസിക്സിന് എത്താൻ കഴിയാത്ത തലം പിന്നെ നമ്മൾക്ക് നിങ്ങൾ കാണിച്ചത് 8 എടുക്കാൻ പറ്റാത്ത ആളെ കൊണ്ട് 16 എടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാധിക്കുക? അതൊന്നും ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള നിശ്ചലതയാണ് യാഥാർത്ഥ്യം. ആ നിശ്ചലതയിലുള്ള സ്പന്ദനങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തിനാണിത് സ്പന്ദിക്കുന്നത്? എങ്ങനെയാണിത് സ്പന്ദിക്കുന്നത്? ആരാണിതിനെ സ്പന്ദിപ്പിക്കുന്നത്? ഇതൊന്നും നമ്മൾക്കൊരിക്കലും കണ്ടെത്താൻ സാധ്യമേ അല്ല. അപ്പോൾ നിരവധി നിഗൂഢതകളാണ്. നിഗൂഢതകളെല്ലാം കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഭൂമിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ആക്ച്വലി ഭൂമിയിൽ സ്പർശിക്കാതെയാണ് നമ്മൾ പോകുന്ന പറയുമ്പോൾ നമ്മൾ ഈ കാണുന്നതിലും മിഥ്യയല്ലേ? അതാണ് വേദാന്തം പറയുന്നത്. എന്താണ്? വേദാന്തത്തിൽ വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലെ സത്യം എന്ന് പറഞ്ഞാൽ നിശ്ചലതയാണ്. ബാക്കിയുള്ള ചലനം മിഥ്യയാണ്. കാരണം പൂരിത ചലനം, നമ്മൾ അതീവ ഗുഹ്യതമമായി ചിന്തിക്കുകയാണെങ്കിൽ പൂരിത നിശ്ചലതയിൽ ഒരു ചലനവും സാധ്യമല്ല. നമുക്ക് മരുഭൂമിയിൽ വെള്ളം ഇങ്ങനെ അലയടിക്കുന്നതായിട്ടും തിരമാലകൾ അടിക്കുന്നതായിട്ട് കാണും. നമ്മൾ അടുത്ത് പോയി നോക്കി പരിശോധിച്ചാൽ ഒന്നുമില്ല. അതുപോലെ ഒരു തോന്നലാണ്. എന്തുകൊണ്ട് ഈ തോന്നൽ ഉണ്ടായിക്കൂടാ? അതാണ് വിശദീകരിക്കേണ്ടത്. അത് വിശദീകരിക്കാൻ സാധിക്കില്ല. ആയിരിക്കാം വിശദീകരിക്കാൻ സാധിക്കുമോ? വിശദീകരിക്കാൻ സാധിക്കാത്തതില്ല എന്നങ്ങനെ പറയാം. അതേസമയം പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, ഡി ബ്രോളീസ്
റിലേറ്റിവിറ്റി, ഇതെല്ലാം നമ്മൾക്ക് അറിയുന്നുണ്ടോ? നമ്മൾക്ക് അഗ്രാഹ്യമല്ലേ? നമ്മൾ വിശ്വസിച്ചു. എന്തുകൊണ്ടാണ്? അതൊരു വിശ്വാസമല്ലേ? അതുപോലെ ഇത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യോഗിമാർ വളരെ കൃത്യമായി ബുദ്ധിയുടെ അപ്പുറത്തെ തലത്തിലേക്ക് പോയി മനസ്സിനെ നിശ്ചലമാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് അഗ്രാഹ്യമായിട്ടൊന്നുമില്ല, നമ്മൾ ആ നിശ്ചലതയിലെത്തും. അങ്ങനെ പറഞ്ഞു തന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. നമ്മൾക്കതിൽ എത്താൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അത് ഡിനൈ ചെയ്യുന്നത് ശരിയാണോ? അതൊന്നല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾക്ക് പിന്നെ ഒരു സ്വർണത്തിനെ എങ്ങനെ വേണമെങ്കിലും മോഡിഫൈ ചെയ്യാം. അതുപോലെ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ മാറ്ററിനെയും നമ്മൾക്ക് മോഡിഫൈ ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ഈ നിശ്ചലതയിൽ വിൻ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. നമ്മളെല്ലാം കണ്ടെത്തി, നിഗൂഢത കണ്ടെത്തി എന്നൊന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒറ്റ ഈ തത്വമേ ഉള്ളൂ യാഥാർത്ഥ്യം. പ്രപഞ്ചത്തിനൊരു യാഥാർത്ഥ്യമുണ്ട്, അത് നിശ്ചലതയാണ്. ആ നിശ്ചലതയിലുള്ള സ്പന്ദനമാണ് ഈ കാണുന്നതെല്ലാം. ഇതാണ് റിയാലിറ്റി എന്നാണ് ഞാൻ ഈ വേദാന്തം വായിച്ചതിലൂടെ മനസ്സിലാക്കിയത്. അത് വളരെ ലോജിക്കായിട്ടും വളരെ എന്താണ് കൺവിൻസിങ് ആയിട്ടും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിലേക്കും നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോ എന്ന് പറഞ്ഞാൽ ആ പ്രപഞ്ച നിശ്ചലതയായിരിക്കണം എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ ഇതൊക്കെ വായിച്ചതിൽ നിന്ന്. കാരണം സീറോയും ഒന്നും ഇല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡില്ല, കമ്പ്യൂട്ടറില്ല, ടെക്നോളജി ഇല്ല. സീറോ ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചമേ ഇല്ല. അതല്ലേ അതിൽ നമ്മൾക്ക് നിഗമനത്തിലെത്തേണ്ടത്. നമ്മൾക്ക് കാണാൻ പറ്റാത്തതിന് സയൻസിൽ എന്ത് സാധനം പറഞ്ഞാലും നമ്മളത് ഓക്കെ ശരിയാണ്, ഡി ബ്രോളീസ് കോൺസ്റ്റൻറ്റ്, മറ്റേ കോൺസ്റ്റൻറ്റ്, ആൽഫ, ബീറ്റ, തീറ്റ, ഡെൽറ്റ, ഇതെല്ലാം കാൽക്കുലേഷൻ അല്ലേ. മാത്തമാറ്റിക്സിന് നമ്മുടെ ലോജിക്കിൻ്റെ കാൽക്കുലേഷൻ നമ്മൾക്ക് എന്തിലേ ചെയ്യാൻ പറ്റുള്ളൂ? മാറ്ററിലേ ചെയ്യാൻ പറ്റുള്ളൂ. കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധം അല്ലെങ്കിൽ നിശ്ചലതയിലുള്ള ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു അനക്കമോ ഒരു മോഡിഫിക്കേഷനോ നമ്മൾക്ക് സാധ്യമല്ല എന്നാണ് ഇതുവരെയുള്ള വേദാന്ത പിന്നെ ഭഗവത്ഗീത, ഉപനിഷത്ത്, രാമായണം ഇതൊക്കെ വായിച്ചാൽ അതിലൊക്കെ ഒരു തത്വം, ആ ഒരു തത്വം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം. അല്ലാണ്ട് ഈ ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളെല്ലാം വെറുതെ ഒരു ഭ്രാന്തായിട്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇത് ഗൗരവമായി ചിന്തിക്കുക. ഓക്കെ, താങ്ക് യു.